എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ്, ബേസസ്, സോൾട്ട്, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചുറ്റുമുള്ള പല വസ്തുക്കളും അസിഡിക് സ്വഭാവമുള്ളവയും ബേസിക് സ്വഭാവമുള്ളവയുമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലായാലും മരുന്നുകളിലായാലും ആസിഡുകളുടെയും ബേസുകളുടെയൊക്കെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജൻറ്റുകൾ, അതുപോലെയുള്ള ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ അവയെല്ലാം എന്താ ബേസുകളാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആസിഡുകളെക്കുറിച്ചും ബേസുകളെക്കുറിച്ചും ആസിഡും ബേസും കൂടി ചേർന്നുണ്ടാകുന്ന സോൾട്ട്, ലവണങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യം ഒരു പിക്ചർ കാണാം അല്ലേ. ആ പിക്ചറിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? പുളി, ടാമറിൻഡ്, കേർഡ്, തൈര്, വിനെഗർ, വിനാഗിരി, ഓറഞ്ച്, ലെമൺ, നാരങ്ങ, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. നമുക്ക് രുചി അറിയാം ഇതിൻ്റെ. ഇവയ്ക്ക് കോമൺ ആയിട്ട് എന്ത് ടേസ്റ്റാണുള്ളത്? എന്ത് ടേസ്റ്റാണ്? ഒരു സോർ ടേസ്റ്റാണ്, പുളി രുചിയാണ് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഇവയ്ക്ക് ഒരു പുളി രുചി ഉണ്ടാവാൻ കാരണം? വാട്ട് കുഡ് ബി ദ റീസൺ? ബിക്കോസ് ദേ കണ്ടെയ്ൻ ആസിഡ്സ്. അപ്പം ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഫുഡ് ഐറ്റംസിന് എന്തുള്ളത്? സോർ ടേസ്റ്റ്, പുളി രുചി ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ ഇപ്പോൾ ടാമറിൻ്റെ എടുത്ത് നോക്കിയാൽ പുളിയിൽ ഏത് ആസിഡാണ്? ടർട്ടാറിക് ആസിഡാണുള്ളത്. കേർഡ്, തൈര്, ലാക്റ്റിക് ആസിഡാണ്. വിനെഗർ, വിനാഗിരി, അസറ്റിക് ആസിഡാണ്. ഓറഞ്ച്, ലെമൺ പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സിൽ സിട്രിക് ആസിഡാണുള്ളത്. അപ്പം ഈ ആസിഡ്സ് ആണ് അതിന് എന്ത് ടേസ്റ്റ് കൊടുക്കുന്നത്? സോർ ടേസ്റ്റ്, പുളി രുചി കൊടുക്കുന്നത്. ലിറ്റ്മസ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആസിഡ്സിനുണ്ടാകുന്ന കളർ ചേഞ്ച് എങ്ങനെയാണ്? ആസിഡ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് പേപ്പർ. റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ എന്ത് മാറ്റുന്നില്ല? ആസിഡ്സ് മാറ്റുന്നില്ല. അത് റെഡായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. എന്നാൽ ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. അത് നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അപ്പോൾ ആസിഡ്സിൻ്റെ മറ്റൊരു സവിശേഷതയാണ്, മറ്റൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താണ്? ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ആസിഡ്സ് നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ആസിഡ്സിന് എന്താണ്? ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡുകൾക്ക് പുളി രുചിയാണ്. അതുപോലെ ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അടുത്തതായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ അത് പഠിച്ചതാണ്. മെറ്റൽസും ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ്. Take a small piece of zinc in a test tube. Add a little dilute hydrochloric acid to it. Hold a burning matchstick at the mouth of the test tube. Record your observation. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക, അല്ലെങ്കിൽ സിങ്കിൻ്റെ തരികൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ അതിൻ്റെ മൗത്തിലായിട്ട്, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തായിട്ട് ഒരു മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കാണിക്കുക. അപ്പോൾ എന്താണ് അവിടെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക്? സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അപ്പം റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഇനി എന്താണ്? ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലായിട്ട്, വായുഭാഗത്തായിട്ട് നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്, കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി അവിടെ ഹൈഡ്രജൻ വാതകം കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റിപ്പീറ്റ് ദ എബോവ് എക്സ്പെരിമെൻറ്റ് ബൈ ആഡിങ് സൾഫ്യൂരിക് ആസിഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റെക്കോർഡ് ദി ഒബ്സർവേഷൻ. അപ്പോൾ ഇനി എന്താ പറയുന്നത്? നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ സിങ്കിൻ്റെ കൂടെ എന്താ? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു ഉപയോഗിച്ചത്. ഇനി ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഓൾസോ വിത്ത് മഗ്നീഷ്യം ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇനി എന്താ? നമ്മുടെ മെറ്റലായിട്ടുള്ള സിങ്കിനെ മാറ്റിയിട്ട് വേറൊരു മെറ്റലായിട്ടുള്ള മഗ്നീഷ്യത്തെ കൊണ്ട് ഈ രണ്ട് ആസിഡ്സിനെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറയുകയാണ്. മഗ്നീഷ്യവും ഡൈല്യൂട്ട് HCl ആയിട്ടും അതുപോലെ മഗ്നീഷ്യവും
ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറയുന്നു. അപ്പം ഈ രണ്ട് റിയാക്ഷൻസ് നടക്കുന്ന സമയത്തും അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് തന്നെയായിരിക്കും ഇവോൾവ് ചെയ്യുക. അതായത് മെറ്റൽസ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഈ 4 എക്സ്പെരിമെൻറ്റ്സിൽ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് എന്താണ്? സെയിം ആണല്ലേ. 4ലും ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്തതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 4 എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെ വെച്ചായിരുന്നു ചെയ്തത്? സിങ്ക്, ഫസ്റ്റ് കേസിൽ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചായിരുന്നു ചെയ്തത്. സെക്കൻഡ് കേസിൽ സിങ്കിൻ്റെ കൂടെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചു. ഇനിയും തേർഡ് എക്സ്പെരിമെൻറ്റിലേക്ക് വന്നപ്പം നമ്മൾ മെറ്റൽ മാറ്റി, സിങ്ക് മാറ്റി മഗ്നീഷ്യം ആക്കി. ആസിഡ് രണ്ടും സെയിം ആണ്. തേർഡ് എക്സ്പെരിമെൻറ്റിൽ മഗ്നീഷ്യത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഫോർത്തിൽ മഗ്നീഷ്യത്തെ സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചത്. അപ്പം നമുക്കിനി ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിച്ച മെറ്റൽ ഏതായിരുന്നു? സിങ്ക് ആണ്. ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ അവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സിങ്ക് Zn+2HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? സിങ്ക് ക്ലോറൈഡ് Zn Cl2. സിങ്ക് ക്ലോറൈഡും അവിടെ ഏത് ഗ്യാസ് ആയിരുന്നു ഇവോൾവ് ചെയ്തത്? ഹൈഡ്രജൻ ഗ്യാസ് H2 എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ എന്താണ്? നമ്മൾ സെയിം മെറ്റൽ തന്നെയായിരുന്നു, സിങ്ക് തന്നെയായിരുന്നു എടുത്തത്. അപ്പോൾ മെറ്റലിൻ്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? സിങ്ക് എന്ന് കൊടുക്കണം. ആസിഡ് ഏതായിരുന്നു എടുത്തത്? സൾഫ്യൂരിക് ആസിഡാണ് എടുത്തത്. അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? സിങ്ക് H2SO4. Zn+H2SO4 gives ZnSO4. ZnSO4 എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ്ഡ് ആയി. ഇനി അടുത്ത തേർഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മെറ്റൽ മാറ്റിയായിരുന്നു, സിങ്ക് മാറ്റിയിട്ട് മഗ്നീഷ്യം ആക്കി. മഗ്നീഷ്യത്തിൻ്റെ കൂടെ ഫസ്റ്റ് എന്തിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു? ഏത് ആസിഡായിരുന്നു അവിടെ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അവിടെ റിയാക്ഷന് കൊടുത്തിട്ടുണ്ട് Mg+2HCl gives MgCl2+. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡോട് ചേർന്ന് MgCl2, മഗ്നീഷ്യം ക്ലോറൈഡും അവിടെ എന്തുണ്ടായി? കോമൺ ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ്ഡ് ആയി. ഇനിയും ഫോർത്തിൽ നമ്മൾ മെറ്റൽ മാറ്റിയില്ല, മഗ്നീഷ്യം തന്നെ. ആസിഡ് മാറ്റിയതാണ്, സൾഫ്യൂരിക് ആസിഡ് ആക്കി. അപ്പോൾ അവിടെ റിയാക്ഷന് കൊടുത്തിട്ടുണ്ട് Mg+H2SO4 gives MgSO4, മഗ്നീഷ്യം സൾഫേറ്റ് പ്ലസ് എന്തായിരിക്കും? കോമൺ ആയിട്ട് അവിടെ ഏത് ഗ്യാസാണ് ഉണ്ടായത്? ഹൈഡ്രജൻ ഗ്യാസാണ് ഉണ്ടായത്. ഈ എക്സ്പെരിമെൻറ്റ്സിൽ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് നോക്കിക്കേ. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്താണ്? ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ക്ലിയർ ആയല്ലോ? നമ്മൾ ആസിഡ്സും മെറ്റലുമായിട്ടുള്ള റിയാക്ഷനാണ് പഠിച്ചത്. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആസിഡ്സും കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷനാണ്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് എന്താ നോക്കാം. ടേക്ക് സം കാൽസ്യം കാർബണേറ്റ് ഓർ മാർബിൾ പീസസ് ഇൻ എ ബോയിലിംഗ് ട്യൂബ് as shown in figure 13.2. Add dilute hydrochloric acid to it through a distill funnel. Pass the gas that comes out through clear lime water in a test tube. What could you observe? ഒരു ബോയിലിംഗ് ട്യൂബിൽ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ പീസസ് എടുക്കണം. ശേഷം എന്ത് ചെയ്യണം? ഒരു ടിസ്റ്റിൽ ഫണലിലൂടെ, ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ആ ടിസ്റ്റിൽ ഫണലിലൂടെ എന്ത് ചെയ്യണം? ആ ബോയിലിംഗ് ട്യൂബിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യണം. എന്നിട്ട് നോക്കിക്കേ, വേറൊരു ടെസ്റ്റ് ട്യൂബ് കണ്ടോ? അപ്പോൾ അവിടെ നടന്ന റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടായ ആ ഗ്യാസിനെ നമ്മൾ ആ വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക്, ആ ടെസ്റ്റ് ട്യൂബിൽ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളം, ക്ലിയർ ലൈം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ആ ക്ലിയർ ലൈം വാട്ടർ അടങ്ങിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് ആ ഗ്യാസിനെ പാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ നിരീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ നമ്മുടെ റിയാക്റ്റൻസ് കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡോട് റിയാക്ട് ചെയ്യുമ്പോൾ CaCl2 കാൽസ്യം ക്ലോറൈഡും H2O വാട്ടർ, അതുപോലെ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, ഈ 3 പ്രോഡക്റ്റ്സ് ആണ് കിട്ടുന്നത്. കാൽസ്യം ക്ലോറൈഡും വാട്ടറും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് ഇവോൾവ് ചെയ്യുന്നത്. ഈ ഗ്യാസിനെയാണ് നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബിൽ ക്ലിയർ ലൈം വാട്ടർ എടുത്തിട്ട് അതിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലൈം വാട്ടറിൻ്റെ കളർ എന്താക്കി മാറ്റും? ലൈം വാട്ടറിനെ ടേൺസ് മിൽക്കി കളറാക്കി മാറ്റും, പാൽ നിറമാക്കി മാറ്റും ചുണ്ണാമ്പ് വെള്ളത്തെ. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്യുന്നത്.
ഇനി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ് യൂസിങ് സോഡിയം കാർബണേറ്റ് ആൻഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും സോഡിയം കാർബണേറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സമയത്തെ ഒബ്സർവേഷനും ഇത് തന്നെയായിരിക്കും. നമുക്കവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും ഇവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അവിടെ എന്താണ് സോഡിയം കാർബണേറ്റ് Na2CO3യും HCl ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. ആസിഡുകൾ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് സ്വതന്ത്രമാകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ആസിഡ്സിൻ്റെ പറഞ്ഞത്? പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്, ആസിഡുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആസിഡ്സിന് പുളി രുചി, ആസിഡുകൾക്ക് പുളി രുചിയുണ്ട്. ഇനി എന്താ സെക്കൻഡ് എന്താ പറഞ്ഞത്? ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ആസിഡുകൾ ബ്ലൂ ലിറ്റ്മസിനെ, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്സ്. നമ്മളിപ്പം കണ്ട എക്സ്പെരിമെൻ്റ് ആണ്. എന്താ? കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡുകൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ സ്വതന്ത്രമാക്കുന്നു. ഇനി എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സിങ്ക് ആൻഡ് മഗ്നീഷ്യം. സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ ഈ 4 സവിശേഷതകളും ആരുടെയാണ്? ആസിഡ്സിൻ്റെ ആണ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ കുറേ ആസിഡിൻ്റെ നെയിംസും പിന്നെ അതിൻ്റെ കെമിക്കൽ ഫോർമുലാസുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, അതായത് ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്നിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നിട്ടാണ്? H2SO4 എന്നാണ് അതിൻ്റെ ഫോർമുല. അതായത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 സൾഫർ ആറ്റം ഉണ്ട്, അതുപോലെ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പം ഹൈഡ്രജന് ഉണ്ട്, സൾഫർ, ഓക്സിജൻ. ഇനി നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല എന്താ? HNO3 ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ 3 ആറ്റംസ് ഓഫ് ഓക്സിജൻ. ഇനി ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുലയാണ് HF, ഹൈഡ്രജനും ഫ്ലൂറിനും. ഇനി അടുത്തത് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2CO3, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 കാർബൺ ആറ്റം, അതുപോലെ 3 ഓക്സിജൻ ആറ്റം. ഇനി അടുത്തത് ഫോസ്ഫോറിക് ആസിഡാണ്. അതെന്ന് പറയുമ്പോൾ H3PO4, അതായത് 3 ഹൈഡ്രജൻ ആറ്റം, 1 ഫോസ്ഫറസ് ആറ്റം ആൻഡ് 4 ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ ഈ ആസിഡ്സിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് ആരെയാണ്? ഏത് കമ്പോണൻ്റ് ആണ്? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് കോമൺ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ആസിഡ്സ്. ഇപ്പോൾ ഈ ആസിഡ്സിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ കമ്പോണൻ്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സിമ്പൽ ഫോർ ഹൈഡ്രജൻ? ഹൈഡ്രജൻ്റെ സിമ്പൽ എന്താ? നമുക്കറിയാം, H ആണ് ഹൈഡ്രജൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ എന്താ? HCl, ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും കൂടി ചേരുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറൈഡ് അയോൺസ് വിത്ത് ഓപ്പോസിറ്റ് ചാർജസ് ആർ ഫോംഡ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ അയോൺസും ഉണ്ടാവുന്നുണ്ട്, ക്ലോറൈഡ് അയോൺസും ഉണ്ടാവുന്നുണ്ട്. ഹൈഡ്രജൻ അയോൺസിന് പോസിറ്റീവ് ചാർജും ക്ലോറൈഡ് അയോൺസിന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള 2 അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെ അയോൺസ് ആണ്? H+ഉം Cl-ഉം. HCl gives H++ Cl-. Which are the ions formed when nitric acid dissolves in water? ഇനി നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്തൊക്കെ അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്? നൈട്രിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്? HNO3 എന്നാണ്. അവിടെ ഹൈഡ്രജനും ഒരു നൈട്രജനും അതുപോലെ 3 ഓക്സിജൻ ആറ്റംസും ആണ് ഉള്ളത്. അപ്പം നൈട്രിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പം H+ അയോൺസും NO3- അയോൺസും ഹൈഡ്രജൻ അയോൺസും നൈട്രേറ്റ് അയോൺസും ആണ് ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ.
അപ്പോൾ എന്താണ് താഴെ കുറച്ച് ആസിഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫോർമുലാസ്, അത് എങ്ങനെയാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം അയോൺസിനെ ലിബറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവയുടെ ഡിസോസിയേഷൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ, നെയിം ഓഫ് ആസിഡ് ഉണ്ട്, കെമിക്കൽ ഫോർമുല അയോൺസ് ലിബറേറ്റഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഫസ്റ്റ് ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നെയിം ഓഫ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ പഠിച്ചു, HCl, ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ക്ലോറിൻ ആറ്റവും ആണ് ഉള്ളത്. അപ്പോൾ അയോൺസ് ലിബറേറ്റഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ജലത്തിൽ ലയിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസ് ഏതൊക്കെയാണ്? H+ഉം Cl-ഉം, ഒരു ഹൈഡ്രജൻ അയോണും ഒരു ക്ലോറൈഡ് അയോണും ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതേണ്ടത്? H+, അതുപോലെ Cl-. ഇനി നെക്സ്റ്റ് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ പറഞ്ഞതാണ്, എന്താണ്? H2SO4. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു സൾഫർ ആറ്റവും 4 ഓക്സിജൻ ആറ്റംസുമാണ് സൾഫ്യൂരിക് ആസിഡിനകത്തുള്ളത്. അപ്പം സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. സൾഫ്യൂരിക് ആസിഡിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഏതൊക്കെ അയോൺസാണ് ലിബറേറ്റ് ചെയ്യുന്നത്? അതവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? 2H+ഉം SO4 2-ഉം, 2 ഹൈഡ്രജൻ അയോൺസും അതുപോലെ ഒരു സൾഫേറ്റ് അയോണുമാണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. അതായത് 2H+ എങ്ങനെയാണ് വന്നത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് സൾഫ്യൂരിക് ആസിഡിലുള്ളത്. അപ്പം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ജലത്തിൽ ലയിക്കുന്ന സമയത്ത് അവിടെ 2 ഹൈഡ്രജൻ അയോൺസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി SO4 2-, SO4 എന്ന് പറയുന്നത് H2SO4-ൽ SO4 ആണ്. 2- എന്ന് പറയുന്ന ചാർജ് എവിടെ നിന്നാണ് വന്നത്? 2- എന്ന് പറയുമ്പം ഹൈഡ്രജൻ്റെ H+ലെ കോഎഫിഷ്യൻറ്റ് 2 അല്ലേ, ആ 2 ആണ് ആ 2- ആയിട്ട് ആ ചാർജ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം സൾഫ്യൂരിക് ആസിഡിൽ ഡിസോസിയേഷൻ നടക്കുമ്പോൾ ഏതൊക്കെ അയോൺസ് ആണ്? 2H+, 2 ഹൈഡ്രജൻ അയോൺസും 1 സൾഫേറ്റ് അയോൺസ്, SO4 2- അയോണുമാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ആരാണ്? കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? H2CO3 ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പം നമുക്ക് കണ്ടായിരുന്നു ആസിഡ്സിലെല്ലാം കോമൺ ആയിട്ട് ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരാണ്? എത്ര ഹൈഡ്രജനാണുള്ളത്? 2 ഹൈഡ്രജനാണ് കാർബോണിക് ആസിഡിലും ഉള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു കാർബൺ ആറ്റം ഉണ്ട്, 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കുമ്പോൾ അയോൺസ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്? എങ്ങനെയാണ്? H2CO3, 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ഹൈഡ്രജൻ ആറ്റംസ് ആണെങ്കിൽ ജലത്തിൽ ലയിക്കുമ്പോൾ അവിടെ എന്താ? 2 ഹൈഡ്രജൻ അയോൺസ് ഫോം ചെയ്യണം. അപ്പം 2H+ഉം വരും. അതുപോലെ CO3 കാർബണേറ്റ് അയോൺ ആണ്. അപ്പോൾ CO3 അതുപോലെ എഴുതിയിട്ട് അതിൻ്റെ ചാർജ് എങ്ങനെ കൊടുക്കാം? H+ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സംഖ്യ 2H+ അല്ലേ, അപ്പോൾ 2 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ CO3 2- എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ H2CO3. അപ്പോൾ അവിടുത്തെ അയോൺസ് ഏതൊക്കെയാണ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന? 2H+ഉം അതുപോലെ CO3 2-ഉം. അടുത്തത് ഫോസ്ഫോറിക് ആസിഡാണ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്? H3PO4 ആണ്. അതായത് അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആണ്? 3 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഫോസ്ഫേറ്റ് ആറ്റവും 4 ഓക്സിജൻ ആറ്റംസുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? H3PO4 നമ്മൾ പറഞ്ഞു 3 ഹൈഡ്രജൻ ആറ്റംസാണ്. അപ്പം ജലത്തിൽ ലയിക്കുന്ന സമയത്ത് അപ്പോൾ എത്ര ഹൈഡ്രജൻ അയോൺസ് ലഭിക്കണം? 3 ലഭിക്കണം. അപ്പോൾ 3H+ എന്ന് വരും. 3H+ഉം വരും. പിന്നെന്താ വരുന്നത്? എത്ര PO4 ആണ്? PO4 വരും. PO4 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എങ്ങനെ വരും? H+ൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കണം. 3H+ അല്ലേ, അപ്പം കോഎഫിഷ്യൻ്റ് എത്ര? 3 വരുന്നത്. അപ്പം PO4 3- എന്നാണ് ചാർജ് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ആസിഡ്സിൻ്റെ ഡിസോസിയേഷൻ. അപ്പോൾ ഡിസോസിയേഷൻ ഇക്വേഷൻസ് ഒന്നുകൂടെ പറയാം. HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെത് H+ + Cl-. H2SO4 എന്ന് പറയുമ്പം 2H+ + SO4 2-. H2CO3 എന്ന് പറയുമ്പോൾ 2H+ + CO3 2-. പിന്നെ ഫോസ്ഫോറിക് ആസിഡ് H3PO4 എന്ന് പറയുമ്പോൾ 3H+ + PO4 3-. അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സും അതിൻ്റെ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഹൈഡ്രജൻ അയോൺസ് ആർ ദ ബേസിസ് ഓഫ് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്.
ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ആസിഡുകൾ കാണിക്കുന്ന കുറേ ഗുണങ്ങൾ നമ്മൾ പഠിച്ചതാണ്, പ്രോപ്പർട്ടീസും അതിൻ്റെ സവിശേഷതകളൊക്കെ നമ്മളിപ്പോൾ കുറേ കണ്ടു. അപ്പം ഈ സവിശേഷതകൾക്കെല്ലാം ഉള്ള ബേസിക് റീസൺ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണമാണ് ആരാണ്? ഹൈഡ്രജൻ അയോൺസ് ആണ്. ഹൈഡ്രജൻ അയോണുകളുടെ സാന്നിധ്യമാണ്. അപ്പം നോക്കാം, ഇനി ആസിഡ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു ഡെഫിനിഷനാണിത്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ആസിഡുകൾ? ആസിഡുകൾ എന്ന് പറയുമ്പോൾ ജലീയ ലായനികളിൽ H+ അയോൺസിൻ്റെ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജലീയ ലായനികളിൽ എന്തിൻ്റെ അളവാണ്? H+ അയോൺസ്, ഹൈഡ്രജൻ അയോണുകളുടെ അളവ് കൂട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആസിഡുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് എന്താണ്? ആസിഡുകളുടെ എല്ലാ സവിശേഷതകളുടെ അടിസ്ഥാനം എന്താണ്? ഹൈഡ്രജൻ അയോണുകളുടെ സാന്നിധ്യമാണ്. അപ്പം ആസിഡ് ഒരു ലായനിയിൽ ലയിക്കുന്ന സമയത്ത് ആ ലായനിയിലെ H+ അയോൺസിൻ്റെ അളവ് എന്തായാലും എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ H+ അയോൺസിൻ്റെ അളവ് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം ആ ലായനി കുറച്ചുകൂടി എന്തായി? അസിഡിക്കായി മാറി, അസിഡിക് സ്വഭാവമുള്ളതായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. H+ അയോൺസ് കമ്പൈൻ വിത്ത് H2O മോളിക്യൂൾസ് ടു ഫോം ഹൈഡ്രോണിയം അയോൺസ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഹൈഡ്രജൻ അയോൺസ്, H+ അയോൺസ് വാട്ടർ മോളിക്യൂൾസുമായിട്ട്, ജലതന്മാത്രകളുമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്ന അയോണാണ് ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? H3O+ ആണ്. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് പറയുന്നത്? H+ + H2O gives H3O+, ഹൈഡ്രോണിയം അയോൺ. Substances with a sour taste that we use in everyday life such as lemon juice, yogurt and vinegar contain organic acids. എന്താണ്? നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ഈ പറഞ്ഞ നാരങ്ങ നീര്, തൈര്, മോര്, അതുപോലെ വിനാഗിരി, പുളി, അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവയുടെ എല്ലാം കോമൺ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സോർ ടേസ്റ്റ് ആണ്. നോട്ട് ദിയർ ലിസ്റ്റ് ഇൻ ദ ടേബിൾ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സബ്സ്റ്റൻസിൻ്റെ. അതിലടങ്ങിയിട്ടുള്ള ആസിഡ്സുമാണ് സബ്സ്റ്റൻസസ് ആസിഡ് റെസ്പോൺസിബിൾ ഫോർ ദ സോർ ടേസ്റ്റ്. ആ പുളി രുചിക്ക് കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരിനകത്തുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. യോഗർട്ട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, മോര് അല്ലെങ്കിൽ തൈര്, അതിലടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ ടാമറിൻഡ് എന്ന് പറയുമ്പോൾ പുളിയിൽ ഏതാണ്? ടർട്ടാറിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. വിനാഗിരിയിൽ ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. അപ്പം ഓരോ സബ്സ്റ്റൻസസും അതിലടങ്ങിയിട്ടുള്ള ആസിഡ്സും നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആസിഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ആസിഡുകൾ എന്താണ്, അതുപോലെ ആസിഡുകളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ ആസിഡിൻ്റെ റിയാക്ഷൻസ് കുറച്ച് പഠിച്ചു, കുറേ എക്സ്പെരിമെൻറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ ഡിസോസിയേഷൻ പഠിച്ചു. ആസിഡിൽ അയോൺസ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.